അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുമായി ഒരിക്കൽ കൂടെ കാണുവാനും ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും സമയം അനുവദിച്ചു തന്ന ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ താല്പര്യപ്പെടുകയാണ്. വ്യത്യസ്തമായ ഒരു ചിന്തയിൽ നിന്നും വളരെ പ്രസക്തമായൊരു ചോദ്യവുമായിട്ടാണ് ഇന്ന് മുൻപോട്ട് നാം കടന്നു പോകാൻ ചിന്തിക്കുന്നത്. പഴയ നിയമം നമുക്ക് ആവശ്യമുണ്ടോ? ന്യായപ്രമാണ പുസ്തകങ്ങൾ നാം അംഗീകരിക്കണമോ? അതനുസരിച്ച് ജീവിക്കേണ്ട കാര്യം നമുക്കുണ്ടോ എന്നതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. തർക്കത്തിനോ ഒരു വാഗ്വാദത്തിനോ ഒന്നുമല്ല ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. തിരുവചനത്തിൽ നിന്നും സത്യമായ കാര്യങ്ങൾ എന്തെന്ന് പഠിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഞാൻ എല്ലാ വിഷയങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ചിന്തകളാണ്, എനിക്ക് ദൈവം തന്ന ബോധ്യമാണ്. പലർക്കും പല രീതിയിലാകാം. അതുകൊണ്ട് ഇതൊന്നും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ ആകില്ല എന്ന് ഞാനൊരു ഉറപ്പ് പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസങ്ങളും തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകാം. എന്നാൽ തിരുവചനത്തിൽ നിന്ന് മാത്രം ചിന്തിപ്പാനും പഠിപ്പാനും അതിൽ വേരൂന്നി മുൻപോട്ട് പോകുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. പഴയ നിയമവും പുതിയ നിയമവും രണ്ടും രണ്ട് നിയമങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ആ ക്രൂശിലെ യാഗത്തോടുകൂടെ പുതിയ നിയമം സ്ഥാപിക്കപ്പെടുമ്പോൾ പുതിയ നിയമം നൽകുന്നത് പുതിയ നിയമ വിശ്വാസികളായ ക്രിസ്തുവിന്റെ സഭ എന്നൊരു ഗണത്തിന് വേണ്ടിയും പഴയ നിയമ പ്രമാണം ദൈവം നൽകി കൊടുക്കുന്നത് പഴയ ഇസ്രായേലിന് വേണ്ടിയുമാണ്. ഈ പഠനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രധാനമായും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് കൊടുക്കുന്ന വ്യക്തി ഒന്നാണ്, പക്ഷെ ഈ പ്രമാണം കൊടുക്കുന്നത് രണ്ട് കൂട്ടർക്കാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. പഴയ നിയമ പ്രമാണം അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു ജനതയും പുതിയ നിയമ പ്രമാണം ജീവിക്കുന്ന മറ്റൊരു കൂട്ടവും. പഴയ നിയമ പ്രമാണം കൊടുത്തത് ഇസ്രായേൽക്കാണെന്ന് പറയുമ്പോൾ കൊടുത്തത് ദൈവമാണ്. എന്നാൽ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത് പഴയ നിയമ പ്രമാണത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൈവവും ജനവുമല്ല, അവിടെ അപ്പനും മക്കളും എന്നൊരു സ്ഥാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് രണ്ടും രണ്ട് തലത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ പ്രാരംഭമായി തിരിച്ചറിയണം. പഴയ നിയമ പ്രമാണത്തിൽ നിന്ന് പുതിയ നിയമത്തെ കാണാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. പുതിയ നിയമ പ്രമാണത്തിൽ നിന്നും പഴയ നിയമത്തെ വീക്ഷിക്കുവാനും ചിന്തിക്കുവാനും ഒത്തിരി ലിമിറ്റേഷൻസും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ നിയമ പ്രമാണമില്ലാതെ പുതിയ നിയമ വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും എന്ന് തന്നെയാണ് അതിന് ഉത്തരം. കാരണം ഒരു പുതിയ വിശ്വാസി അവൻ യേശുവിനെ തിരിച്ചറിയുന്നത് പഴയ നിയമ പ്രകാരമല്ല. ഒരു വ്യക്തിയോട് ചെന്ന് സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ പഴയ നിയമത്തിൽ വിശ്വസിക്കണം, അബ്രഹാമിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും അവനോട് പറഞ്ഞതിന് ശേഷമല്ല നാം യേശുവിനെ കുറിച്ച് പറയുന്നത്. നിന്നെ യേശു സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിടുവിക്കും, യേശു നിങ്ങളെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ യേശുവിനെയാണ് നാം അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. യേശുവിനെയാണ് അവനിലേക്ക് കൊടുക്കുന്നത്. ആ യേശുവിൽ നിന്നാണ് അവൻ പഴയ നിയമ പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പഴയ നിയമ പ്രമാണം പഠിച്ചിട്ടല്ല പുതിയ നിയമത്തിലേക്ക് ആളുകൾ എത്തുന്നത്. പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചവർ പഴയ നിയമത്തിലേക്ക് തിരിഞ്ഞു നോക്കി അതിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കാനും യേശുവിനെ അറിയാനും രക്ഷ പ്രാപിപ്പാനും സ്വർഗീയ അനുഭവങ്ങൾ പ്രാപിപ്പാനും പഴയ നിയമത്തിന്റെ ആവശ്യകതയില്ല. എന്നാൽ പഴയ നിയമം മാറ്റി നിർത്താനല്ല ഞാൻ ഈ പറയുന്നത്. പുതിയ നിയമത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് പഴയ നിയമത്തിന്റെ പ്രത്യേകതകളും പ്രാധാന്യതകളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ മുഴുവൻ ന്യായപ്രമാണത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവിന്റെ നിഴലാണ് പഴയ നിയമം. നിഴലില്ലാതെ പൊരുളില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ പഴയ നിയമമില്ലാതെ പുതിയ നിയമമില്ല. എന്നാൽ പഴയ നിയമത്തിൽ കൂടെയല്ല പുതിയ നിയമത്തിലേക്ക് എത്തുന്നത്. പുതിയ നിയമവിശ്വാസികളായ നമ്മൾ ഈ യേശുവിൽ വിശ്വസിക്കുകയും ഈ നിയമത്തെ അംഗീകരിച്ച് നമ്മുടെ ഉള്ളിൽ ആക്കി വെക്കുകയും ചെയ്ത് പഴയ നിയമം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടെ ആഴമേറിയ മർമ്മങ്ങളും കൽപ്പനകളും വളരെ ശക്തമായ ദൈവിക വെളിപ്പാടുകളും പ്രാപിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ഒരു അല്പം ബുദ്ധിമുട്ട് വന്നെന്ന് വരാം. ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി, യേശുവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് യേശുവിനെ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി നാളെ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കാണില്ലേ? തീർച്ചയായും സഭയുടെ അംഗമായി അവൻ കണ്ടിരിക്കും. അവന് ന്യായപ്രമാണത്തെക്കുറിച്ചോ പഴയ നിയമ പ്രമാണത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ലെന്നിരിക്കെ അവൻ എങ്ങനെ സ്വർഗത്തിലെത്തും? ഞാൻ പറയുന്ന കാര്യം ന്യായപ്രമാണവും പഴയ നിയമ പ്രമാണവും നമ്മുടെ രക്ഷയിലേക്ക് നയിക്കുന്നതല്ല, നമ്മുടെ അറിവിന് വേണ്ടിയുള്ളതാണ്. അറിവിൽ കൂടെ തന്നെ യേശുവിനെ അനുഭവിപ്പാനും ദൈവത്തെ മനസ്സിലാക്കാനും നമുക്ക് കഴിയും എന്നുള്ളത് സത്യമാണ്. എന്നാലും പഴയ നിയമ അടിസ്ഥാനത്തിലല്ല നാം ജീവിക്കേണ്ടത്. പഴയ നിയമ പ്രമാണത്തിന്റെ ബലത്തിലല്ല നാം മുൻപോട്ട് പോകേണ്ടത്. നമുക്ക് പുതിയ നിയമ സഭയ്ക്ക് ക്രിസ്തുവിന്റെ മണവാട്ടികളാകുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്ത പുതിയ നിയമ ഉടമ്പടിയിൽ നിന്നും അണുവിട തെറ്റാതെ ജീവിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ പഴയ നിയമ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായി മാറുമെന്നുള്ളതാണ് സത്യം. പുതിയ നിയമത്തിലെ പ്രമാണങ്ങൾ അനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പഴയ നിയമ പ്രമാണം അനുസരിച്ച് പുതിയ നിയമത്തിൽ
കൊല ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കുറിച്ച് അവനെ മൂഢ എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ അവനെ നിസാര എന്ന് വിളിച്ചാൽ അവനോട് നമ്മൾ തെറ്റ് ചെയ്യുകയാണ്. ഒരുവനെ കുറിച്ച് അകത്ത് നമ്മൾ ദേഷ്യം വെച്ചുകൊണ്ടിരുന്നാൽ നാം കൊലപാതകരാണെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ആക്ട് കൊണ്ട് പഴയ നിയമത്തിൽ ഒരു പാപം വെളിപ്പെടുമ്പോൾ പുതിയ നിയമത്തിൽ ആക്ഷൻ വേണ്ട, ആക്ട് വേണ്ട, അവൻ ഉള്ളിൽ ചിന്തിച്ചാൽ മതി. ഹൃദയത്തിൽ നിന്ന് തന്നെ കൊലപാതകത്തിന്റെ പ്രേരണകൾ, കൊലപാതകത്തിന്റെ പാപം പുറത്തു വരുമെന്ന് പുതിയ നിയമം പഠിപ്പിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. പലരും പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമമാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടെന്നുള്ളത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉള്ള സ്ഥലത്ത്, രക്തം ചിന്തിയതിന് പകരം രക്തം ചിന്തണം എന്നുള്ള നിയമങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അനുഭവത്തിലായിരുന്നു പഴയ നിയമ പ്രമാണം ഉണ്ടായിരുന്നത്. നാം ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തിരുത്തേണ്ടതും ആ പ്രവൃത്തികൾ കൊണ്ട് തന്നെയായിരുന്നു. പുതിയ നിയമ പ്രമാണം അങ്ങനെയല്ല. തെറ്റിനെ തിരുത്തേണ്ടത് പ്രവൃത്തി കൊണ്ടല്ല, ജീവിതത്തിന്റെ അകത്തു വരുന്ന വിശുദ്ധീകരണം കൊണ്ടാണ്. ഞാൻ പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പഴയ നിയമത്തിലെ പ്രവൃത്തികളായിരുന്നു പലപ്പോഴും നിയമങ്ങളായി നിലനിന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തികൾക്കപ്പുറത്ത് അകത്തു വരുന്ന മാറ്റമാണ് നിയമങ്ങളായി വെളിപ്പെട്ടു വരുന്നത്. പഴയ നിയമ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പഠിപ്പിക്കുന്ന ചില പഠനങ്ങളിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം, പഴയ നിയമ പ്രമാണമല്ല, പുതിയ നിയമ പ്രമാണമാണ് ജീവിക്കാനും അംഗീകരിക്കാനും മുൻപോട്ട് കൊണ്ടുപോകാനും വിശുദ്ധിയിൽ ജീവിക്കാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അങ്ങനെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമം അനുസരിച്ചും അനുവർത്തിച്ചും ജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളപ്പോൾ, അത്ര പാടുള്ളപ്പോൾ ദൈവം നമുക്ക് നൽകി തന്ന ഏറ്റവും വലിയൊരു സമ്പത്താണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നപ്പോൾ അതിലൂടെ നമുക്ക് ലഭിച്ച ഭാഗ്യം, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്രയും സിമ്പിളായിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കി തരികയായിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ കൂടെ പുതിയ നിയമ വിശ്വാസികൾക്ക് ജീവിക്കാൻ വളരെ ലളിതമാണെന്നും വളരെ സുഖകരമാണെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പഴയ നിയമ പ്രമാണത്തെ അപേക്ഷിച്ച് പുതിയ നിയമം അനുസരിപ്പാനും ജീവിക്കാനും എത്ര ബുദ്ധിമുട്ടാണോ അത്രമാത്രം സുഖകരമാണ് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചുകൊണ്ട് അതിനെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുന്നത്. പഴയ നിയമം യഹൂദന്മാർക്ക് ഇസ്രായേലിന് ദൈവം കൊടുത്തത് കൽപ്പലകയിലും ഗ്രന്ഥങ്ങളിലുമാണ്. എന്നാൽ പുതിയ നിയമത്തെ അവൻ സ്ഥാപിക്കുന്നത് യേശുവിന്റെ സ്വന്തം പുത്രന്റെ രക്തം കൊണ്ട് അത് സ്ഥാപിച്ചിട്ട് നമ്മുടെ ഹൃദയപ്പലകയിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. പുറമെയുള്ള ലിപികളിലും ഗ്രന്ഥങ്ങൾക്കും അപ്പുറത്ത് പുതിയ നിയമത്തെ അവൻ സ്ഥാപിക്കുന്നത് സ്വന്തം മക്കളായി തെരഞ്ഞെടുത്ത് നമ്മുടെ അകത്താണ്. പഴയ നിയമം പ്രവർത്തികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് പുതിയ നിയമത്തിൽ നിന്ന് പ്രസാദിക്കേണ്ടത് പ്രവർത്തികളിലല്ല, അന്തരംഗത്തിലാണ്. ഹൃദയത്തെയും അന്തരംഗത്തെയും ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് കഴിയത്തില്ല. എൻ്റെ ഹൃദയത്തിൽ ആ നിയമത്തെ ഞാൻ സ്ഥാപിക്കണം. ഇവിടെ സത്യത്തിൽ അമൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പഴയ നിയമ പ്രമാണത്തെ മാറ്റിയിട്ട് ഒരു പുതിയ നിയമത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് ഒരു നിയമം, ഒരു ഉടമ്പടി അമൻഡ് ചെയ്യേണ്ട, ഭേദഗതി ചെയ്യേണ്ട ആവശ്യം വരുന്നത്? ആ പഴയ നിയമത്തിന് എന്തെങ്കിലും കുറവുകൾ ഉള്ളപ്പോൾ, പരിഹരിക്കേണ്ടതായ ന്യൂനതകൾ ഉള്ളപ്പോഴാണ് ഒരു നിയമം പുതുതായി സ്ഥാപിക്കേണ്ടി വരികയോ ആ പഴയ നിയമത്തെ അമൻഡ് ചെയ്യുകയോ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. പഴയ നിയമം കൊണ്ട്, ന്യായപ്രമാണം കൊണ്ട് സാധിക്കാതിരുന്നതിനെ സാധിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു പുതിയ നിയമത്തിന്റെ ആവശ്യകത വരുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നോക്കിക്കേ, ഇവിടെ ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ സ്വന്തം പുത്രനെ ദൈവം കൊടുക്കുമ്പോൾ ന്യായപ്രമാണത്തിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ പരിമിതമായ പ്രമാണത്തെ മാറ്റി നിർത്തിയിട്ടാണ് ദൈവം ഒരു പുതിയ നിയമത്തെ സ്ഥാപിക്കുന്നത്. എന്തിനു വേണ്ടി? ആ നിയമം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി. അപ്പോൾ പഴയ നിയമം അനുസരിച്ച് ജീവിക്കുവാൻ, പഴയ നിയമത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിതത്തെ ക്രമീകരിക്കാനും കൽപ്പനകൾ പ്രമാണിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണോ? ബാധ്യസ്ഥരല്ല. കാരണം പുതിയ ഒരു പ്രമാണം നമ്മളിലേക്ക് തന്നപ്പോൾ ആ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ പഴയ പ്രമാണത്തിന്റെ അടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ നിങ്ങളിൽ വ്യാപരിക്കുന്നത് ഒരു പുതിയ പ്രമാണമാണ്. റോമാലേഖനം തന്നെ 7-ന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരായിരിക്കണമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിക്കുന്ന
മനസ്സിലാക്കുന്ന നിങ്ങളോട് ഞാൻ താഴ്മയായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാനല്ല, ന്യായപ്രമാണ പ്രകാരം നിങ്ങൾ മരിക്കണമെന്നാണ്. ന്യായപ്രമാണ സംബന്ധമായി നിങ്ങൾ മരിക്കണമെന്നാണ്. നിങ്ങൾ ജീവിക്കേണ്ടത് എവിടെയാണ്? പുതിയ നിയമ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കെ ആ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ മറ്റ് പ്രമാണങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളിൽ ജീവന്റെ പ്രമാണം നിങ്ങളിൽ വെളിപ്പെടുന്നത് കാണാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, ഈ യേശുവിലൂടെയാണ് ന്യായപ്രമാണത്തെ നാം തിരിച്ചറിയുന്നത്, നാം കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ന്യായപ്രമാണം ഒരു വ്യക്തി പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ല യേശുവിലേക്ക് എത്തുന്നത്. യേശുവിനെ കണ്ടറിഞ്ഞ് യേശു എന്ന സത്യത്തിലൂടെയാണ് അവൻ ന്യായപ്രമാണത്തിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഇന്ന് ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ, ഒരു വ്യക്തിയെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുമ്പോൾ അവനെ പഠിപ്പിക്കുന്നത് ന്യായപ്രമാണമല്ല, പഴയ നിയമമല്ല, പുതിയ നിയമത്തിൽ യേശു ആരാണെന്നല്ലേ പഠിപ്പിക്കുന്നത്. യേശുവിനെ അറിയാൻ പഴയ നിയമ പ്രമാണം വേണ്ട, എന്നാൽ യേശുവിലൂടെ പഴയ നിയമ പ്രമാണം അറിയുവാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പഴയ നിയമ പ്രമാണത്തിൽ അതൊരു അറിവാണ്, നിങ്ങൾക്കുള്ള അറിവാണ് പഴയ നിയമ പ്രമാണം എന്നിരിക്കെ, പുതിയ നിയമ പ്രമാണം നിങ്ങൾക്കുള്ള അറിവല്ല, അത് നിങ്ങൾ അനുഭവിക്കേണ്ടവരാണ്. ഇനി പഴയ നിയമ പ്രമാണം നിങ്ങൾ അറിയുന്നത് നല്ലതാണ്, അതൊരു അറിവാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പുതിയ നിയമ പ്രമാണം അറിവല്ല, അത് നിങ്ങൾ അനുഭവിക്കേണ്ടവരാണ്. ഈ അനുഭവം നിങ്ങളെ അനുസരിക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റുന്നത് കാണാൻ കഴിയും. പഴയ നിയമം അനുസരിക്കുകയല്ല, അറിയുകയാണ് വേണ്ടത്. പുതിയ നിയമം അറിയുകയല്ല, നിങ്ങൾ അനുസരിക്കുകയും അനുഭവിക്കുകയുമാണ് വേണ്ടത്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് തരട്ടെ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് പഴയ നിയമം വേണ്ടെന്നോ അത് ഉപേക്ഷിക്കണമെന്നോ പുതിയ നിയമം മാത്രം അനുസരിച്ച് ജീവിച്ചാൽ മതിയെന്നോ ഒന്നുമല്ല. പുതിയ നിയമം മാത്രം അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും, പഴയ നിയമ പ്രമാണം ഇല്ലാതെ പോലും. എന്നാൽ ഇത് നിഴലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ നിഴൽ കൂടെ ചേർത്ത് നിന്ന് പഠിക്കാനും അതിനെ അനുഭവിക്കാനും നിങ്ങൾക്ക് കഴിയണം. പഴയ നിയമ പ്രമാണത്തെ മനസ്സിലാക്കിയിട്ട് അല്ല ഒരു വ്യക്തി പുതിയ നിയമത്തിലേക്ക് വരുന്നത്. പുതിയ നിയമം പ്രമാണിക്കുന്ന ഒരു വ്യക്തി പഴയ നിയമത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ ആഴമേറിയ സത്യങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മൊരു വീട് വെക്കുമ്പോൾ നമ്മുടെ പഴയ വീടിനെ പൊളിച്ചു കളഞ്ഞൊരു പുതിയ വീട് വെച്ചിട്ട് പഴയ വീടാണ് എനിക്ക് വേണ്ടത്, ഞാൻ അതിലേ വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത് എത്രയോ നിരർത്ഥകമായ ഒരു ആശയമാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് നാം ജീവിക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നത്. പഴയ ഒരു കെട്ടിടത്തെ ദൈവം മാറ്റി നിർത്തിയിട്ട് അതിനെ പൊളിച്ച് പുതിയൊന്ന് സ്ഥാപിച്ച് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ പുതിയതിൽ താമസിക്കുക എന്നുള്ളതാണ്. പഴയതിനെ കുറിച്ചുള്ള അറിവ് നല്ലതാണ്, പക്ഷെ നിങ്ങൾ അനുഭവിക്കേണ്ടത് പുതിയ ഭവനമാണ്, നിങ്ങൾ വസിക്കേണ്ടത് പുതിയ ഭവനത്തിലാണ്. തിരുവചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണെന്നാണ്. പൊരുള് കണ്ടറിഞ്ഞവന്, പൊരുളിനെ അനുഭവിച്ചവന് പഴയ നിയമ നിഴലിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് എത്രയോ ഭാഗ്യമുള്ള ഒരു അനുഭവമാണ്. ന്യായപ്രമാണ പ്രകാരം അനുസരിച്ച് ജീവിക്കുന്ന യഹൂദ പശ്ചാത്തലത്തിലുള്ള എത്രയെത്രയോ ആളുകൾ ന്യായപ്രമാണം മുഴുവൻ അംഗീകരിച്ചും അനുസരിച്ചും ജീവിച്ചിട്ട് യേശുവിനെ അനുഭവിക്കാൻ കഴിയാത്തവരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന യാഥാർത്ഥ്യം, ന്യായപ്രമാണമല്ല പ്രാധാന്യം, പുതിയ നിയമ അടിസ്ഥാനമാണ് ഏറ്റവും പ്രധാനം. പുതിയ നിയമത്തിലൂടെയാണ് യേശുവിനെ നമുക്ക് അനുഭവിക്കാനും അറിയാനും കഴിയുന്നത്. പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്ന യേശു പുതിയ നിയമത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ നമുക്ക് ലഭിച്ച ഭാഗ്യം അറിവല്ല, അനുഭവമാണ്. ഇതൊരു വലിയ പഠനഭാഗമാണ്, പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഇതെനിക്ക് വളരെ വിസ്തരിച്ച് ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാൻ വീണ്ടും താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ ഇവിടെ തൽക്കാലം ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോയിൽ കുറച്ചുകൂടി ആധികാരികമായി നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾപ്പാനും ശ്രമിപ്പാനും ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സന്തോഷമെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുകയും നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുമെങ്കിൽ അതിനനുസരിച്ച് പഠിപ്പാനും ചിന്തിപ്പാനും ഒരുമിച്ച് കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചന സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.